നമസ്കാരം KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത് 88.4 കോടി രൂപ. പുത്തികെ പുഴ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ ദുരിതത്തിൽ. പുത്തികെ മുണ്ടിയത്തടുക്ക പാതയിൽ വെള്ളം കയറിയതിനാൽ ഇരു പ്രദേശങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിൽ. ഇടുക്കി ജില്ലാ കളക്ടറായി സ്ഥലം മാറിപ്പോകുന്ന കാസർഗോഡ് ജില്ലാ കളക്ടർ ജീവൻ ബാബുവിന് കാസർഗോഡ് പ്രസ് ക്ലബിൽ യാത്രയയപ്പ്. മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുത്തു. മഴ ശക്തമായതിനെ തുടർന്ന് ഉപ്പള മുസോഡിയിൽ കടലാക്രമണം രൂക്ഷം. ശക്തമായ കടലേറ്റത്തിൽ 100 മീറ്ററോളം കരഭാഗം കടലെടുത്തു. AISF ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. സാമൂഹ്യ ജീർണതകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ശേഷി വിദ്യാർത്ഥി സമൂഹം നേടിയെടുക്കണമെന്ന് CPI നേതാവ് VK സുരേഷ് ബാബു. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം പൊതുജനങ്ങളിൽ എത്തിച്ച് JCI വിദ്യാനഗറിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം ശ്രദ്ധേയമായി. പഴപ്പെരുമ വിളിച്ചോതി കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വാഴപ്പെരുമ സംഘടിപ്പിച്ചു. 100-ലേറെ വിഭവങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. വിശദമായ വാർത്തകളിലേക്ക്. ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 88.4 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 2013 നവംബർ 30 തറക്കല്ലിട്ട മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ മുന്നോട്ടു പോകുന്നതിനിടെയാണ് ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണത്തിന് കരാർ നൽകിയിരിക്കുന്നത്. 2 ബ്ലോക്കുകളിലായി 37,850 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 500 കിടക്കകളോടുകൂടിയതാണ് ആശുപത്രി കെട്ടിടം. കരാർ നൽകിയതോടെ പദ്ധതിക്കുള്ള സാങ്കേതിക തടസ്സം നീങ്ങി. ഏത് സർക്കാരായാലും ഒരു പദ്ധതി കൊണ്ടുവന്നാൽ അത് പെട്ടെന്ന് പൂർത്തീകരിക്കാനും ആ പദ്ധതി ഇല്ലാതാക്കാനും ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ സാധിക്കും. അതിൻ്റെ ഒരു തെളിവാണ് കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനം ഇത്രയും വൈകിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDFൻ്റെ കാലത്ത് തന്നെ ഇതിൻ്റെ ഈ നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തിയുടെ ടെൻഡറായി. പക്ഷേ ടെൻഡർ ആയിട്ടും അത് കരാറുകാരനെ ഏൽപ്പിക്കാൻ സാധിച്ചില്ല. കാരണം ടെക്നിക്കൽ കമ്മിറ്റി കൂടി അതിൻ്റെ സാങ്ഷൻ കൊടുക്കണം, അനുമതി. ടെക്നിക്കൽ കമ്മിറ്റി ഒരിക്കൽ കൂടിയിട്ട് തീരുമാനമായില്ല. ഈ 11-ാം തീയതി ജൂലൈ 11 ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ഇതിൻ്റെ ഫയൽ എത്തുമെന്നുള്ള അവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിൻ്റെ പിറകെ ഓടി. എന്നിട്ടാണ് ഈ ടെക്നിക്കൽ കമ്മിറ്റിയിൽ ആ ഫയൽ എത്തിച്ചത്. അത് 88 കോടിയോളം രൂപയുടെ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തമിഴ്നാട്ടിലൊരു കമ്പനിയാണ് ഇതിൻ്റെ ടെൻഡർ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ കിറ്റ്കോയാണ് ഇതിൻ്റെ കൺസൾട്ടൻറ്റ്. കിറ്റ്കോ അവർക്കിപ്പോൾ വർക്ക് ഓർഡർ കൊടുത്താൽ ഇപ്പോൾ ഒരു 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. ആ ഫണ്ട് മാത്രം പോരാ. ഇപ്പോൾ നമുക്ക് കിട്ടിയത് 80 കോടി, പിന്നെ 25 കോടി കാസർഗോഡ് പാക്കേജിൽ നിന്ന്. ഇത് 288 കോടി രൂപയുടെ പദ്ധതിയാണ്. അപ്പോൾ ഇത്രയും നിലയിലായ സ്ഥിതിക്ക് ഇപ്പോൾ 88 കോടി രൂപ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ 25 കോടി ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും തുക ഇൻവെസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഗവൺമെൻറ് ഇത് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയില്ല എന്ന് 100% ഉറപ്പാണ്. ആരോഗ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജ് ഞങ്ങളെ പകുതി വഴിയിൽ ഡ്രോപ്പ് ചെയ്യില്ല എന്നാണ്. 3 ഘട്ടങ്ങളിലായാണ് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം തീരുമാനിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ റോഡും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും, രണ്ടാമതായി ആശുപത്രിയും അക്കാദമി ബ്ലോക്കും നിർമ്മിക്കും. അവസാനമായി ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ് തുടങ്ങിയവയും പൂർത്തിയാക്കി 3 വർഷത്തിനകം മെഡിക്കൽ കോളേജ് നാടിന് കൈമാറാനാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് KCN. പുത്തികെ പുഴ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. പുത്തികെ മുണ്ടിയത്തടുക്ക പാതയിൽ വെള്ളം കയറിയതിനാൽ ഇരു പ്രദേശങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. പുത്തികയിൽ നിന്നും മുണ്ടിയത്തടുക്ക, പെർള തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള പാതയാണിത്. പുഴ കരകവിഞ്ഞൊഴുകുവാൻ തുടങ്ങിയതോടെ സമീപത്തുള്ള റോഡ് മുഴുവൻ വെള്ളം നിറഞ്ഞ് ഗതാഗതം താറുമാറായി. ഇരുഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുവാൻ കഴിയാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ഇനി 2 മാസത്തെ വെള്ളം ഇതിനായിട്ട് ജാസ്തി വരാനുണ്ട്. ഇത് മാത്രമല്ല, ഇതിനായിട്ട് ഏറെ വരാനുണ്ട്. അങ്ങോളം മുങ്ങുന്നു. പുഴയുടെ തീരത്തുള്ള വയൽ പ്രദേശമായതിനാൽ മഴക്കാലത്ത് എല്ലാ വർഷവും 3 മാസത്തോളം ഈ ദുരിതം പതിവാണ്. കുട്ടികൾക്കും ദിവസങ്ങളോളം സ്കൂളിൽ പോകുവാൻ കഴിയാത്ത അവസ്ഥ. കുറച്ച് മഴ വന്നാൽ വെള്ളമല്ല റോഡിൽ വരും. പോകാൻ പറ്റുന്നില്ല.
റോഡിന്റെ ഉയരം വർദ്ധിപ്പിച്ചാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കുവാൻ കഴിയുമെങ്കിലും അധികൃതർ തിരിഞ്ഞുനോക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. ഇടുക്കി ജില്ലാ കളക്ടറായി സ്ഥലം മാറിപ്പോകുന്ന കാസർഗോഡ് ജില്ലാ കളക്ടർ ജീവൻ ബാബുവിന് കാസർഗോഡ് പ്രസ് ക്ലബിൽ യാത്രയയപ്പ് നൽകി. മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TA ഷാഫി യാത്രയയപ്പ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കളക്ടർക്കുള്ള ഉപഹാരവും അദ്ദേഹം സമർപ്പിച്ചു. 2 വർഷത്തെ കളക്ടറുടെ ഒരു ജീവിതം കഴിഞ്ഞു പോകുമ്പോൾ കാസർഗോഡിനെ കുറിച്ച് എനിക്ക് നല്ല ഓർമ്മകൾ മാത്രമാണ് ഇപ്പോഴും നിലവിലുള്ളത്. കാസർഗോഡ് നമ്മൾ പിന്നോക്കമാണെന്നൊക്കെ ഒത്തിരി പരിതപിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം പോയി ഇടുക്കിയിൽ ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് കാസർഗോഡ് അത്ര വലിയ പിന്നോക്കമൊന്നും അല്ല എന്ന് എനിക്ക് വ്യക്തമായത്. അപ്പോൾ കാസർഗോഡ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നി മിക്കവാറും എല്ലാ വിഭാഗം ആളുകളോടും കൂടിച്ചേർന്ന് പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. അതെൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, മറിച്ച് കാസർഗോഡിലെ ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ളൊരു വികാരം കൂടിയാണ്. അത്ര കണ്ട് ഒരു ക്രൂക്കട്ട് മെൻറ്റാലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ വളരെ നല്ല മനസ്സോടുകൂടി കടന്നു വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം രാഷ്ട്രീയ നേതാക്കളുണ്ടാകാം, ജനപ്രതിനിധികളുണ്ടാകാം, ഉദ്യോഗസ്ഥരുണ്ടാകാം, മാധ്യമ സുഹൃത്തുക്കളുണ്ടാകാം, എല്ലാ വിഭാഗം ആളുകളും കൂടിച്ചേർന്ന് നമുക്ക് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. മാധ്യമപ്രവർത്തകരായ സണ്ണി ജോസഫ്, പത്മേഷ്, സുരേഷ്, ഷൈജു പിലാത്തറ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രസ് ക്ലബ്ബ് പരിസരത്ത് ലോകകപ്പ് ഫുട്ബോൾ പ്രചരണാർത്ഥമുള്ള ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCN. മഴ ശക്തമായതിനെ തുടർന്ന് ഉപ്പള മുസോഡിയിൽ കടലാക്രമണം രൂക്ഷമായി. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ കടലേറ്റത്തിൽ 100 മീറ്ററോളം കരഭാഗം കടലെടുത്തു. അപകട ഭീഷണിയെ തുടർന്ന് 2 കുടുംബങ്ങളോട് മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകി. മൂസോഡിയിലെ മുഹമ്മദ്, നഫീസ എന്നിവരുടെ കുടുംബങ്ങളെയാണ് മാറ്റിയത്. ഇവിടത്തെ മൊയ്തീൻ ബാവ, ഇസ്മായിൽ, ഹനീഫ, ഇദ്ദീൻ കുഞ്ഞി എന്നിവരുടെ വീടുകളും കടലേറ്റ ഭീഷണിയിലാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 20ഓളം തെങ്ങുകളും 30 കാറ്റാടി മരങ്ങളും കടലെടുത്തു. കാലവർഷം കനക്കുമ്പോൾ മൂസോഡിയിൽ കടലേറ്റം ശക്തമാകാറുണ്ട്. കഴിഞ്ഞ വർഷം ഒരു കടയുൾപ്പെടെ 4 വീടുകൾ പൂർണ്ണമായും കടലെടുത്തിരുന്നു. മൂസോഡി അദീക്ക റോഡും കടലേറ്റത്തിൽ ഒലിച്ചുപോയിരുന്നു. തുടർന്ന് 9 കുടുംബങ്ങളെ അന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. വീട് നഷ്ടപ്പെട്ടവരും മറ്റു ചില കുടുംബങ്ങളും ഇപ്പോഴും വാടക വീടുകളിലാണ് കഴിയുന്നത്. ഈ ഭാഗങ്ങളിൽ കടലേറ്റം നേരിടുവാൻ കടൽഭിത്തി നിർമ്മിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കടലേറ്റമുണ്ടായ പ്രദേശങ്ങൾ മഞ്ചേശ്വരം തഹസിൽദാർ സക്കീർ ഹുസൈൻ, ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീകുമാർ, റവന്യൂ ഉദ്യോഗസ്ഥരായ K. കുലശേഖര റൈ, ശിവറാം ഷെട്ടി, മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സന്ദർശിച്ചു. A. അബ്ദുൽ റഹ്മാൻ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സാമൂഹ്യ ജീർണതകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ശേഷി വിദ്യാർത്ഥി സമൂഹം നേടിയെടുക്കണമെന്ന് CPI കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും പ്രഭാഷകനുമായ VK സുരേഷ് ബാബു പറഞ്ഞു. AISF ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് സഹകരണ ബാങ്ക് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യബോധവും ശാസ്ത്രബോധവും വളർത്തുവാൻ ഉപകരിക്കാത്ത വിദ്യാഭ്യാസം സമൂഹത്തിന് ഗുണം ചെയ്യില്ലെന്നും VK സുരേഷ് ബാബു പറഞ്ഞു. മനുഷ്യരുടെ വർദ്ധിക്കുന്ന സന്തോഷമാണ് സാമൂഹിക വളർച്ചയുടെ ശരിയായ സൂചിക. ക്യാമ്പസ് രാഷ്ട്രീയം സർഗാത്മകമാക്കുവാൻ അപരൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള ക്ഷമയുള്ള വിദ്യാർത്ഥി സംഘടനകളുണ്ടാകണം. കലാലയ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത സംഘടനകളാണ് കലാലയങ്ങളെ അക്രമത്തിലേക്ക് നയിക്കുന്നതെന്നും വിദ്യാർത്ഥി സംഘടനകൾ സ്വന്തമായി ബുദ്ധിയും ചിന്തയുമുള്ള സർഗാത്മകതയുള്ള ഒരു കൂട്ടമായി മാറണമെന്നും VK സുരേഷ് ബാബു പറഞ്ഞു. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഈ ഇന്റലിജൻസ് കോഷ്യം ഓർമ്മശക്തി മാത്രം വളർത്തുന്നവരല്ല വിദ്യാർത്ഥികൾ. പിന്നെ എന്താ ഇമോഷണൽ കോഷ്യം എന്ന് പറയുന്ന സംവിധാനം അറിയുമോ? ഈ ഇമോഷണൽ കോഷ്യത്തിന്റെ ക്രമം തെറ്റിയപ്പോഴാണ് അക്രമം ഉണ്ടാകുന്നത്. മഹാരാജാസ് കോളേജിൽ വർഗീയതയെ തുലിയട്ടെ എന്ന് ഒരു ചുമരിന്റെ മേലെ എഴുതിയത് തന്റെ പാർട്ടി ആദ്യം എഴുതിയ സ്ഥലത്താണ് അവൻ എഴുതിയത് എന്ന തോന്നലുണ്ടായപ്പോഴാണ് കുറച്ച് വിദ്യാർത്ഥികൾക്ക് വികാരങ്ങൾ ക്രമം തെറ്റുകയും അവന്റെ പാർട്ടിയുടെ ആളുകളെ വിളിച്ച് ക്രിമിനൽ സംഘത്തെ വിളിക്കുകയും അവർ അഭിമന്യുവിനെ കൊല്ലുകയും ചെയ്തത്. ആര്? SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആളുകൾ. എന്താ ഈ ക്യാമ്പസ് ഫ്രണ്ട്? ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്തിനാണ് നിൽക്കുന്നത്? അവരുടെ ലക്ഷ്യം എന്താണ്? വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ കെട്ടുപാടുകളെ പൊട്ടിച്ച് സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ്. ആ സ്വതന്ത്രമായി ചിന്തിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായപ്പോൾ മാത്രമാണ് ലോകത്ത് പുരോഗതി ഉണ്ടായത്. AISF ജില്ലാ പ്രസിഡന്റ് രാകേഷ് രാവണീശ്വരം അധ്യക്ഷത വഹിച്ചു.
CPI ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് വി സുരേഷ് ബാബു, ASF ജില്ലാ സെക്രട്ടറി ഹരിദാസ് പെരുമ്പള, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ യദുകൃഷ്ണൻ കുറ്റിക്കോൽ, സോയ KK, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സുബിൻ രാജ് CK, പവനീത് മഞ്ചേശ്വരം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പുതിയ തലമുറയ്ക്ക് യക്ഷഗാന കലയെ പരിചയപ്പെടുത്തുന്നതിനായി ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുമായി സിരിചന്ദന കന്നഡ യുവബളഗ യക്ഷനുടി എന്ന പേരിൽ ഗൃഹസന്ദർശനം നടത്തിയാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സിരിചന്ദന കന്നഡ യുവബളഗയുടെ നേതൃത്വത്തിൽ കന്നഡ നാടക പ്രവർത്തകൻ ഉമേഷ് ശാലിയാന്റെ വീട് സന്ദർശിച്ചു. സംഘടനയുടെ 4ാമത്തെ പരിപാടിയായാണ് ഗൃഹസന്ദർശനം നടത്തിയത്. മുൻ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. തുളു കൾച്ചറൽ, കന്നഡ കൾച്ചറൽ, അതുപോലെ തന്നെ മലയാളം, ഇതിൻ്റെ എല്ലാം ഒരു സമന്വയ കേന്ദ്രമാണ് ഇവിടെ. കാസർഗോഡാണെങ്കിൽ 6-7 ഭാഷകളുള്ള, നമ്മൾ സാധാരണ പറയുന്നത് സപ്തഭാഷ സംഗമഭൂമി എന്നാണ്. യഥാർത്ഥത്തിൽ സപ്തമല്ല, അതിനപ്പുറം ഭാഷകൾ കാസർഗോഡുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ കൾച്ചറുണ്ട്, അതിൻ്റെതായ ആർട്ടുകളുണ്ട്, സാഹിത്യമുണ്ട്. ഇതെല്ലാം ഈ ഭാഷകൾക്കെല്ലാം ഉണ്ട്. അതിലേറ്റവും പ്രധാനം കന്നഡ മലയാളം ഭാഷ തന്നെ. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് കന്നഡ മലയാളം ഭാഷയാണ്. ഈ 2 ഭാഷകളുടെയും ഏറ്റവും വലിയ തോതിലുള്ള ജനങ്ങൾ ഈ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അതിൻ്റെ ആചാരങ്ങളുണ്ട്, അതിൻ്റെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ട്, പുസ്തകങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് നടത്തുന്ന ഈ കൾച്ചറൽ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സംരംഭം SP രാജേഷ് അധ്യക്ഷത വഹിച്ചു. കന്നഡ സിനിമാ താരം ഗുബ്ബി പ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. ഉമേഷ് സാലിയാൻ, രത്നാകര മല്ലമൂല, ശ്രദ്ധാ ഭട്ട്, B പുരുഷോത്തമ, ജയചന്ദ്രൻ, PS സുരക്ഷിത്, നബീസത്തുൽ മിസ്രി, മീനാക്ഷി ബൊഡോടി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ നാഗപ്രകാശിനെ ആദരിച്ചു. ലതേഷ്, ജിതാലി എന്നിവർക്ക് പുരസ്കാരം നൽകി. തുടർന്ന് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. ന്യൂസ് ഡെസ്ക് KCN. പഴപ്പെരുമ വിളിച്ചോതി കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വാഴപ്പെരുമ സംഘടിപ്പിച്ചു. 100ലേറെ വിഭവങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. പഴം കൊണ്ടുള്ള വിഭവങ്ങളൊരുക്കി വാഴപ്പെരുമ ശ്രദ്ധേയമായി. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് വൈവിധ്യമാർന്ന വിഭവങ്ങളുമായി വാഴപ്പെരുമ സംഘടിപ്പിച്ചത്. വാഴപ്പഴത്തിന്റെ പ്രാധാന്യവും ഭക്ഷ്യോപയോഗവും ജനങ്ങളിലെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കുട്ടികളും രക്ഷിതാക്കളും ഒത്തുചേർന്ന് പഴങ്ങളുടെ വിഭവങ്ങൾ തയ്യാറാക്കുകയായിരുന്നു. പഴം പായസം, പഴം ലഡു, കായ അച്ചാർ, ചിപ്സ്, നുറുക്ക്, കൂമ്പുതോരൻ, കൂമ്പുപായസം, പഴം കട്ട്ലറ്റ് തുടങ്ങി 100ലധികം വിഭവങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. പ്രദർശനം കാണാനും പഴം വിഭവങ്ങളുടെ രുചിയറിയാനും നിരവധി പേരെത്തി. കോടോമ്പോളൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഭൂപേഷ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PB ശശിധരൻ അധ്യക്ഷനായി. പ്രഥമാധ്യാപകൻ K ജയചന്ദ്രൻ, SMC ചെയർമാൻ CBPS, അധ്യാപകരായ P സരോജിനി, M ശശിരേഖ, VK ഭാസ്കരൻ, PA രവി തുടങ്ങിയവർ സംസാരിച്ചു. കാലവർഷം കനത്തു. കാറ്റിൽ അജാനൂരിൽ വീട് തകർന്നു. നോർത്ത് കോട്ടച്ചേരിയിലെ തമ്പാന്റെ വീടാണ് ഭാഗികമായി തകർന്നത്. മഴ കനത്തു. കാറ്റിൽ അജാനൂരിൽ വ്യാപക നാശം. നോർത്ത് കോട്ടച്ചേരിയിൽ 2 വീടുകൾക്ക് നാശം നേരിട്ടു. വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ കാറ്റിൽ തുളിച്ചേരിയിലെ കുട്ടിയന്റെ വീടിനുമേൽ 2 മരങ്ങൾ കടപുഴകി വീണു. നോർത്ത് കോട്ടച്ചേരിയിലെ പടിക്കൽ തമ്പാന്റെ ഓടുമേഞ്ഞ വീട് ഭാഗികമായി തകർന്നു. ചുമരുകൾക്ക് വിള്ളൽ വീണിട്ടുണ്ട്. തമ്പാന്റെ വീടുകൾ ഒരു ഭാഗം നശിക്കുകയും ചുമരുകൾ പൊട്ടി വിള്ളൽ വീഴുന്ന സ്ഥിതിവിശേഷം വരികയാണ്. പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന പ്രധാനപ്പെട്ട കുടുംബമാണ് ഇവിടെ ഉള്ളത്. അജാനൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ സ്ഥലം സന്ദർശിച്ചു. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള കാരവാൻ സ്വന്തമാക്കി കാസർഗോഡ് സ്വദേശി. പ്രമുഖ വ്യവസായിയും ഉപ്പള സ്വദേശിയുമായ UK യൂസഫാണ് കാരവാനിന്റെ ഉടമയായത്. കാസർഗോഡ് ജില്ലയിൽ ഇതാദ്യമായാണ് ഒരാൾ കാരവാൻ സ്വന്തമാക്കുന്നത്. സിനിമാ താരങ്ങൾക്കും വൻ വ്യവസായികൾക്കും മാത്രം സ്വന്തമായുള്ള കാരവാൻ ഇനി കാസർഗോഡ് ഉപ്പള സ്വദേശി UK യൂസഫിനും സ്വന്തം. കാസർഗോട്ടെ പ്രമുഖ വ്യവസായിയായ യൂസഫ് തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുവാനാണ് കാരവാൻ സ്വന്തമാക്കിയത്. കാസർഗോഡ് ജില്ലയിലും മലബാർ മേഖലയിലും ഇതാദ്യമായാണ് ഒരാൾ ആഡംബര വാഹനമായ കാരവാൻ സ്വന്തമാക്കുന്നത്. മുൻനിര വാഹന നിർമ്മാണ കമ്പനിയിൽ നിന്നാണ് യൂസഫ് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളുമുള്ള കാരവാൻ സ്വന്തമാക്കിയത്. ഒരു വീടിന്റെ എല്ലാ സൗകര്യവും കാരവാനിൽ സജ്ജമാണ്. ശൗചാലയം, അടുക്കള, വിശ്രമമുറി തുടങ്ങിയ സൗകര്യങ്ങൾ കാരവാനിലുണ്ട്.
ഒരു സ്റ്റാർ ഹോട്ടലിലെ സൗകര്യങ്ങൾ പോലെയാണിത്. കാസർഗോഡിന്റെ നിരത്തുകളിലൂടെ സഞ്ചരിക്കുന്ന കാരവാൻ കാണുമ്പോൾ ജനങ്ങൾക്കും കൗതുകം. സിനിമകളിലൂടെയും വാർത്തകളിലൂടെയും മാത്രം അറിഞ്ഞിരുന്ന കാരവാൻ നേരിട്ട് കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് കാസർഗോട്ടുകാർ. UK യൂസഫ് കാരവാൻ വാങ്ങിയതറിഞ്ഞ് നിരവധി പേരാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വാഹനം കാണുവാൻ എത്തുന്നത്. വില കൂടിയ മറ്റ് വാഹനങ്ങളുടെ ശേഖരവും UK യൂസഫിന് സ്വന്തമായുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. സർക്കാർ വാഗ്ദാനം പാലിക്കാത്തതിൽ പ്രതിഷേധം. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്ക് മുന്നിൽ സമരം നടത്തി. GST തുക എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന സർക്കാരിന്റെ വാഗ്ദാനം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. ടെൻഡറുകൾ ബഹിഷ്കരിക്കാനാണ് തീരുമാനം. കാഞ്ഞങ്ങാട് നഗരസഭയിലെ മുഴുവൻ മരാമത്ത് പണികളും നിർത്തിവെച്ചുകൊണ്ടാണ് കരാറുകാർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത്. സംസ്ഥാന രക്ഷാധികാരി EV കൃഷ്ണപൊതുവാൾ സമരം ഉദ്ഘാടനം ചെയ്തു. 2017 GST പാസ്സാക്കിയപ്പോൾ തന്നെ 12% കൊടുക്കാമെന്ന് ഗവൺമെൻറ് പറഞ്ഞ് GO പാസ്സാക്കി. പക്ഷേ ഇതുവരെയും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ എഞ്ചിനീയർ ഇത് തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ട് ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കതിൻ്റെ രേഖകൾ കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അത് വേണ്ടപ്പെട്ടത് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലാതെ കൊണ്ട് കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് കരാറുകാർ ജോലി ചെയ്ത് പട്ടിണി കിടക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ന് പോയിട്ടുള്ളത്. ജില്ലാ സെക്രട്ടറി മധു പൊന്നൻ അധ്യക്ഷനായി. KP സുരേഷ്, AV ശ്രീധരൻ, M മുനീർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ഗോൾഡ് ജ്വല്ലറി ഗ്രൂപ്പ് 15 വർഷത്തോളമായി സംഘടിപ്പിച്ചു വരുന്ന ഏകദിന ഹജ്ജ് ഉംറ പഠന ക്ലാസ് 16-ന് നടക്കും. മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത്. മടിക്കൈ സെക്കൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈടെക് ക്ലാസ് മുറികൾ P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാലയ സംരക്ഷണത്തിന്റെ ഭാഗമായിരുന്നു ഹൈടെക് ക്ലാസുകൾ. പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായാണ് മടിക്കൈ സെക്കൻഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈടെക് ക്ലാസ് മുറികൾ ഒരുക്കിയത്. P. കരുണാകരൻ MP ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. SSLC, VHC, LSS, USS, NMMS എന്നീ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കേളു പണിക്കർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പ്രമീള, ഹോസ്ദുർഗ് AEO PV ജയരാജ്, ശശീന്ദ്രൻ മടിക്കൈ, M. അബ്ദുറഹ്മാൻ, P. ഓമന, V. ശശി, S. വിക്ടോറിയ, V. സേതു തുടങ്ങിയവർ സംസാരിച്ചു. KSTA ചെറുവത്തൂരിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ മികവ് നേടിയ വിദ്യാലയങ്ങളെയും പ്രമുഖ വ്യക്തികളെയും ആദരിച്ചു. ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം. പൊതുവിദ്യാലയങ്ങളിലെ മികവിന്റെ നേർസാക്ഷ്യം പങ്കുവെക്കുന്നതിനും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കരുത്തു പകരുന്നതിനുമാണ് അധ്യാപക സംഘടനയായ KSTA ചെറുവത്തൂരിൽ വിജയോത്സവം സംഘടിപ്പിച്ചത്. കയ്യൂർ റോഡിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം. KSTA ജില്ലാ കമ്മിറ്റി ചെറുവത്തൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച വിജയോത്സവം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ആ പൊതുയിടങ്ങളെയും ഒഴിവാക്കുന്ന പൊതുയിടങ്ങൾക്ക് ദയാവധം വിധിക്കുന്ന ഒരു കാലഘട്ടം, ആഗോളവൽക്കരണത്തിന്റെ, ഉദാരവൽക്കരണത്തിന്റെ, സ്വകാര്യവൽക്കരണത്തിന്റെ ഒരു കുത്തൊഴുക്കിന്റെ കാലമാണ് ഇതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഇനിയും തുടങ്ങാനിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്, ഒരു യൂണിവേഴ്സിറ്റിക്ക് ശ്രേഷ്ഠ പദവി നൽകിയതിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ 10 പേരിൽ ഒരാളായ അംബാനി, മുകേഷ് അംബാനി വിവിധ മേഖലകളിൽ മികവ് നേടിയ വിദ്യാലയങ്ങളെയും പ്രമുഖ വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. വായനാശീലം വളർത്തിയെടുക്കാൻ കിഴക്കേമുറി പൊതുജന വായനശാലയുടെ എഴുത്തുപെട്ടി പദ്ധതി നടപ്പിലാക്കുന്നത് അച്ചാന്തുരുത്തി രാജാസ് UP സ്കൂളിൽ. മികച്ച ആസ്വാദന കുറിപ്പുകൾക്ക് സമ്മാനവും നൽകും. കിഴക്കേമുറി പൊതുജന വായനശാല ആവിഷ്കരിച്ച എഴുത്തുപെട്ടി പദ്ധതി അച്ചാന്തുരുത്തി രാജാസ് UP സ്കൂളിൽ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് V. വേണുഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ കിഴക്കേമുറി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അവരൊരു തനത് പരിപാടി എന്നുള്ള നിലയിലാണ് ഇത് നടപ്പിലാക്കുന്നത്.
5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ ഒരു പരിപാടി നടത്തുന്നത്. ഇത് നടത്തുമ്പോൾ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികൾ വായനശാല സെക്രട്ടറി ടി തമ്പാൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനു വേണ്ടി ആവിഷ്കരിച്ചതാണ് എഴുത്തുപെട്ടി പദ്ധതി. എല്ലാ മാസവും വായിച്ച പുസ്തകങ്ങളുടെ ആസ്വാദനക്കുറിപ്പ് ശേഖരിച്ച് മികച്ചവയ്ക്ക് സമ്മാനം നൽകുന്നതാണ് പദ്ധതി. UP വിഭാഗം കുട്ടികൾക്ക് എഴുത്തുപെട്ടിയിൽ ആസ്വാദനക്കുറിപ്പ് നിക്ഷേപിക്കാം. ക്ലാസ് തലത്തിൽ എല്ലാ മാസവും സമ്മാനം നൽകുന്നതിന് പുറമെ 2019 ഫെബ്രുവരി മാസത്തിൽ മെഗാ മത്സരവും നടത്തും. വായനശാല പ്രസിഡന്റ് ടി സുഗുണൻ, സ്കൂൾ PTA പ്രസിഡന്റ് VV ഭാസ്കരൻ, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ NV രജനി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ PV സുരേഷ് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത് 88.4 കോടി രൂപ. പുത്തികേപ്പുഴ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ ദുരിതത്തിൽ. പുത്തികെ മുണ്ടിയത്തടുക്ക പാതയിൽ വെള്ളം കയറിയതിനാൽ ഇരു പ്രദേശങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയിൽ. ഇടുക്കി ജില്ലാ കളക്ടറായി സ്ഥലം മാറിപ്പോകുന്ന കാസർഗോഡ് ജില്ലാ കളക്ടർ ജീവൻ ബാബുവിന് കാസർഗോഡ് പ്രസ് ക്ലബിൽ യാത്രയയപ്പ്. മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർ യാത്രയയപ്പ് യോഗത്തിൽ പങ്കെടുത്തു. മഴ ശക്തമായതിനെ തുടർന്ന് ഉപ്പള മുസോഡിയിൽ കടലാക്രമണം രൂക്ഷം. ശക്തമായ കടലേറ്റത്തിൽ 100 മീറ്ററോളം കരഭാഗം കടലെടുത്തു. AISF ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. സാമൂഹ്യ ജീർണതകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ശേഷി വിദ്യാർത്ഥി സമൂഹം നേടിയെടുക്കണമെന്ന് CPI നേതാവ് VK സുരേഷ് ബാബു. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം പൊതുജനങ്ങളിൽ എത്തിച്ച് JCI വിദ്യാനഗറിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം ശ്രദ്ധേയമായി. പഴപ്പെരുമ വിളിച്ചോതി കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വാഴപ്പെരുമ സംഘടിപ്പിച്ചു. 100ലേറെ വിഭവങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.